നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നാഗേന്ദ്രന് ജയനും അജയനും ഒക്കെ വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കമ്പനി വെച്ച് കൊടുക്കുകയാണ്, ജ്വല്ലറി വെച്ച്. നാഗേന്ദ്രൻ പറഞ്ഞു, എതിരാളികളില്ലാതെ ഇരിക്കുക, അതാണ് മൂർത്തി അങ്കള് ഇപ്പോഴേറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾക്കിനി അടുത്തെത്താൻ പോലും എതിരാളികൾ ഉണ്ടാവരുത്, അതുപോലെ നമ്മൾ വളരണം. എന്താണെങ്കിലും ഈ അക്ഷയ തൃതീയയ്ക്ക് എക്സിബിഷൻ നടക്കുന്ന സമയത്ത് ആ നെക്ലേസ് നമ്മൾ പ്രസന്റ് ചെയ്യണം, എല്ലാവരും അത് കണ്ട് മോഹിക്കണം. എന്നാണെങ്കിലും ആ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ദിവസമാണ്, അന്നായിരിക്കണം ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. ഈ സമയം ജയൻ പറഞ്ഞു, അതെ എന്താന്ന് വെച്ചാൽ നാഗേന്ദ്രൻ പറഞ്ഞാൽ മതി, എന്തിനു എതിരും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതെ, നമുക്ക് എന്താണെങ്കിലും മുന്നോട്ട് പോയാൽ മതിയാവുള്ളൂ. അങ്കിൾ എന്നെ വിശ്വസിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ നെക്ലേസ് വെച്ച് വേണം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതോടൊപ്പം തന്നെ അതിനെ കിടപിടിക്കുന്ന രീതിയിൽ കുറെ ആഭരണങ്ങൾ വേറെ ഉണ്ടാക്കുകയും ചെയ്യണം. അതും നമ്മൾ എക്സിബിഷന്റെ അന്ന് നമ്മളത് പ്രദർശിപ്പിക്കുകയും ചെയ്യണം. അതൊക്കെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകും. വാങ്ങിച്ചുകൊണ്ട് പോണ സമയത്ത് മറ്റുള്ളവർ അത് കണ്ടു കഴിയുമ്പോൾ ചോദിക്കുന്നത് എവിടുന്ന എന്താന്നൊക്കെ. മൗത്ത് പബ്ലിസിറ്റി കിട്ടുന്ന അത്ര വലിയ കാര്യം വേറൊന്നുമില്ല, അത്രയും വലിയൊരു പരസ്യം വേറെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ജ്വല്ലറി കണ്ട് ഒരു ഭ്രമം വരണം. അപ്പൊ ആ രീതി വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ആൾക്കാർ നമ്മുടെ ജ്വല്ലറിയിലേക്ക് വരണം. ഇത് കേട്ടപ്പം അജയൻ പറഞ്ഞു, അല്ലെങ്കിലും അമ്മയെ നെക്ലേഴ്സ് കണ്ടിട്ട് നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിരിക്കുന്നേ. അമ്മ ബഹദോരാതെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അത് ശരിയാ, അമ്മയ്ക്ക് പിന്നെ ഇതിനെക്കുറിച്ച് സ്വർണത്തെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടല്ലോ. അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണ നമ്മൾ എന്താണെങ്കിലും മുന്നോട്ട് തന്നെ പോകും. നമ്മളെ ഏഴയിലൊക്കെ തടുക്കാനായിട്ട് മറ്റു ജ്വല്ലർക്കാർക്കൊന്നും സാധിക്കില്ല. നമ്മൾ ഒന്നാമതെത്തുക തന്നെ ചെയ്യും. അങ്കിളിന്റെ ആഗ്രഹം പോലെ തന്നെ നമ്മളായിരിക്കും ഇനി മുന്നിട്ട് നിൽക്കുന്നത്. കാരണം നമുക്ക് എതിരാളികൾ ഉണ്ടാവരുതെന്ന് പറഞ്ഞു കണക്ക് അതേപോലെ അത്ര ഉയരത്തിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും. പിന്നെ അറിയാലോ, ഇപ്പോഴും അങ്കിൾ എനിക്ക് എല്ലാം വിട്ടു തന്നിരിക്കുകയാണ്, കാരണം ജ്വല്ലറിയുടെ കാര്യങ്ങൾ മുഴുവനായിട്ട്. അപ്പൊ പിന്നെ അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എന്റെ ഉത്തരവാദിത്വമാണ്. ജയൻ പറഞ്ഞു, അതെ നാഗേന്ദ്രന് ഇഷ്ടം എന്താ വെച്ചാൽ നാഗേന്ദ്രൻ അങ്ങനെ തന്നെ ചെയ്തു. അച്ഛൻ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞു തന്നാൽ മതി, ഞങ്ങൾ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഈ പറയുന്ന ജയനും അജയനൊക്കെ ആണെങ്കിൽ ജ്വല്ലറിക്കാരിൽ അത്ര പിടിപാടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നാഗേന്ദ്രൻ അഗ്രഗണ്യനാണ്. നാഗേന്ദ്രൻ എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ടാണ് മൂർത്തി മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ നാഗേന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പോരാത്തതിന് ആ നെക്ലേഴ്സിന്റെ തിളക്കം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വലുതാണ്. അതുകൊണ്ടാണ് ആ നെക്ലേസ് വെച്ച് ബിസിനസ് പിടിക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നാഗേന്ദ്രൻ ആ നെക്ലേസ് ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്ന് അത് ജലജയെ കാണിക്കുകയാണ്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജയുടെ കണ്ണു മഞ്ഞളിച്ചു പോയി. ജലജ പെട്ടെന്ന് പറഞ്ഞു, എന്തു ഭംഗിയാ നാഗേട്ട ഇത് കാണാനായിട്ട്, എന്ത് രസമാന്ന് ചോദിച്ചു. അതെ, ഇത് ജർമ്മൻ നിർമ്മിതിയാന്ന് പറഞ്ഞല്ലോ, അവിടെ പോലും ഇത് അപൂർവ, ഇതിന്റെ കല്ലുകൾക്കൊക്കെ വില മതിക്കാനാവത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ജലജ പറഞ്ഞു, കൊള്ളാം അല്ലേ, നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ടാണല്ലോ ഇത് വെച്ച് ബിസിനസ് പിടിക്കാനായിട്ട് അങ്കിള് തീരുമാനിച്ചിരിക്കുന്നത്, അങ്കിൾ എന്നെ ഏൽപ്പിച്ചിരിക്കണേന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇത്തവണ നമ്മളൊരു കലക്കൂന്ന് പറഞ്ഞു. ഈ സമയം ജലജ അടിമുടിയൊന്ന് നോക്കിയത്. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, നീ ഇത് അകത്ത് കൊണ്ടേ വെക്ക്, എന്താണെങ്കിലും ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞ അങ്കിൾ എന്റെ തന്നതാ, ഇനി അന്ന് ഇത് പുറത്തെടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ജലജ അത് അകത്ത് കൊണ്ടേ വെച്ചിട്ട് തിരികെ വന്നു. എന്നിട്ട് ചോദിച്ചു, നാഗേട്ട എനിക്ക് ഇതുപോലെ ഒന്ന് എന്നാ വാങ്ങി തരുന്നതെന്ന് ചോദിച്ചു. നിനക്ക് എന്തിനാടി ഇപ്പൊ ഇങ്ങനത്തെ ഒന്ന്, നിനക്ക് ആവശ്യത്തിന് സ്വർണ്ണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാലും എടി ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള സ്വർണം നമുക്ക് ആവശ്യമുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. എടി ഇനിയിപ്പോ വേണേ പോലും നമ്മുടെ മോളുടെ കല്യാണം ആകുമ്പത്തേനും പോരെ, ആ സമയത്ത് വേണേ നമുക്ക് ഒരെണ്ണം ഇതുപോലെ തന്നെ ഉണ്ടായിക്കാം. അല്ല, ഇത് കണ്ടു കഴിഞ്ഞപ്പോ ശങ്കരേട്ടൻ പോലും പറഞ്ഞ എന്താണെന്നറിയോ, ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന്. ശങ്കരേട്ടൻ പോലും തോൽവി സംഭവിച്ചു. പഴയ സ്വർണ്ണപ്പണിക്കാരനാ, ഏത് സ്വർണം കൊടുത്താലും അതുപോലെ തന്നെ പണി തരുന്ന. പക്ഷേ എങ്കില് ഇത് അങ്ങനത്തെ ഒരെണ്ണം പണിയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാന്നാ ശങ്കരേട്ടൻ പറഞ്ഞത്. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ ജലജയ്ക്കാണ് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. ജലജ ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ല നാഗേട്ട, എനിക്കാണെങ്കിൽ 2-3 ഫംഗ്ഷൻ ഉണ്ട് എൻ്റെ ഇടയ്ക്ക്, ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ആ സമയത്ത് ഈ നെക്ലേസ് ഇട്ടുകൊണ്ട് ആ ഫംഗ്ഷന് പോട്ടെന്ന് ചോദിച്ചു. അതൊന്നും ശരിയാകത്തില്ല, അതിനു മുമ്പ് എക്സിബിഷന് മുമ്പ് ഇത് പുറത്തിട്ടുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, അതൊന്നും ശരിയാവുന്ന കാര്യമല്ല, ഇത് പുറത്തെടുത്തേക്കരുതെന്നാ അങ്കിള് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് നാഗേന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ജലജയ്ക്കാണെങ്കിൽ ഒട്ടും സഹിച്ചില്ല ആ കാര്യം ഓർത്തിട്ട്. പിന്നീട് ശങ്കരൻ ആദർശനോട് പറഞ്ഞു, അതെ സാറിന്റെ അപ്പച്ചിയുടെ സ്വഭാവം സാറിന് നന്നായിട്ട് അറിയാലോ, പണത്തോടും സ്വർണത്തോടും ഇത്തിരി ആർത്തി കൂടുതലെന്ന്. ഇടയ്ക്കിടയ്ക്ക് വസന്തരാമയോടൊപ്പം
ജ്വല്ലറിയിലേക്ക് വരും. എന്നിട്ട് പുതിയ മോഡൽ ആഭരണങ്ങളൊക്കെ പണിത് കൊടുക്കണമെന്ന് പറയും. അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. എത്ര കിട്ടിയാലും മതിയാവത്തില്ല എന്ന് പറഞ്ഞു. ആ ആർത്തിയാണ് മിനിയായി തീർന്നേന്ന് പറഞ്ഞു. അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആദർശ് പറഞ്ഞു, അല്ല കഥ ഇനിയും ബാക്കി കിടക്കുമല്ലേന്ന് ചോദിച്ചു. അതെ, നാഗേന്ദ്രന്റെ സമയദോഷം അതാ സ്ത്രീയിൽ നിന്ന് തുടങ്ങിയതാന്ന് പറഞ്ഞു. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പെണ്ണുങ്ങൾക്ക് ആഭരണത്തോടൊക്കെ ഭയങ്കര മതിപ്പാണല്ലോ. അങ്ങനെ ഒടുവില് ആ ഒരു നെക്ലേസിന്റെ പേരിലാണ് നാഗേന്ദ്രന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞു. മൂർത്തി സാറ് അത്ര വിശ്വസിച്ച് കൂടെ കൊണ്ടുവരുന്നല്ലേ. അതുപോലെ തന്നെയായിരുന്നു നാഗേന്ദ്രൻ. നാഗേന്ദ്രന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ജ്വല്ലറി അത്ര ഉയരത്തിലേക്ക് പോയത്. അത് ജയനും അജയനും എല്ലാവർക്കും അറിയായിരുന്നു. മൂർത്തി സാറിനും അറിയായിരുന്നു. കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ അടുത്ത MD കസേരയിൽ ഇരിക്കേണ്ട ആള് നാഗേന്ദ്രനായിരുന്നു പറഞ്ഞു. പക്ഷെ അപ്പോഴല്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. സമയദോഷം, അല്ലാതെ എന്ത് പറയാനായിട്ട്. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, സമയദോഷമോ അല്ല, ശങ്കരനങ്കളുടെ അഭിപ്രായത്തില് എന്താ ശരിക്കും സംഭവിച്ചെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങി. അങ്ങനെ എക്സിബിഷനൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു. ഒടുവിൽ മൂർത്തി മുത്തശ്ശന്റെ അടുത്തേക്ക് 2 കസ്റ്റമർ വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, പൈസ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും പൈസ പറഞ്ഞു, അതെ എക്സിബിഷനൊക്കെ അതിഗംഭീരമായിരുന്നു. എന്റെ മിസ്സിന്റെ കണ്ണുടക്കിയത് ആ നെക്ലേസിലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശനൊന്ന് ചിരിച്ചു. ആ സമയത്ത് അയാളുടെ ഭാര്യ പറഞ്ഞു, എനിക്ക് എന്തായാലും ആ നെക്ലേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് അയാൾ പറഞ്ഞു, അതെ മൂർത്തി സാറേ, എന്താണെങ്കിലും ആ നെക്ലേസ് ഞാക്ക് വേണം. എന്റെ മിസ്സിന് ഒത്തിരി അത് ഇഷ്ടപ്പെട്ടു. വില ഞാക്കൊരു പ്രശ്നമില്ലെന്നുള്ള കാര്യം അറിയാലോ. ഓ, അപ്പം നിങ്ങളായിരുന്നില്ലേ അത്. അല്ല, നാഗേന്ദ്രൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടരൊന്ന് ആ നെക്ലേസ് വേണമെന്നും പറഞ്ഞിട്ട് നിൽക്കുമെന്ന്. എത്ര തുക വരെ തരാനും അവര് താല്പര്യം കാണിക്കുന്നുണ്ടെന്ന്. അപ്പം നിങ്ങളാന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാ മൂർത്തി സാറേ, അവസാനം ഞങ്ങൾ തന്നെ അത് വലിയ തുക കൊടുത്ത് ഞങ്ങൾ സ്വന്തമാക്കിയെന്ന് പറഞ്ഞു. ആ സമയത്ത് അയാളുടെ ഭാര്യ പറഞ്ഞു, എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്ത് ഭംഗിയാ അത് കാണാനായിട്ട്. വേറൊരിടത്തും അങ്ങനത്തെ ഒരു കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. വരുന്നവരെല്ലാം അത് മാത്രമായിരുന്നു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും നാഗേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. നാഗേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പം മൂർത്തി മുത്തശ്ശന് പൈസനെ അയാളുടെ ഭാര്യയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് പൈസ, ഇത് അയാളുടെ ഭാര്യ സ്റ്റെല്ല എന്ന് പറഞ്ഞു. ഇവരായിരുന്നു അങ്കിളെ നെക്ലേസ് സ്വന്തമാക്കിയെന്ന് പറഞ്ഞു. അതെ, ഇവരെനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിരുന്നിട്ടാണ് അവർ രണ്ടുപേരും കൂടെ പോകുന്നത്. ഇനി അടുത്ത വർഷം എക്സിബിഷന് പുതിയ പുതിയ ഇതൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രനോട് ഇരിക്കാൻ പറഞ്ഞു. നാഗേന്ദ്രനോട് പറഞ്ഞു, എന്തായാലും എക്സിബിഷനൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു. ഞാൻ ഉദ്ദേശിച്ചല്ല, അതിനേക്കാളും കൂടുതൽ ഗംഭീരമായിരുന്നു. എന്താണെങ്കിലും ഇതിന്റെ വിജയം അത് നാഗേന്ദ്രനുള്ളതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയണ്ട അങ്കിളെ. എന്റെ വിജയം മാത്രമല്ല, എല്ലാവരുടെയും കൂടെ വിജയമാണ്. ഞാൻ മാത്രമല്ലല്ലോ കഠിനാധ്വാനം ചെയ്തത്. എന്താണെങ്കിലും ഇതിന്റെ ലാഭത്തിൽ നിന്ന് ഒരു പങ്ക് അത് നാഗേന്ദ്രനുള്ളതാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഞാൻ ഈ കമ്പനി ജോലി ചെയ്യുന്നു, അത്രമാത്രം. ഇനി അടുത്ത തവണ ഇതിനേക്കാളും കൂടുതൽ അതിഗംഭീരമായിട്ട് തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോവാനായിട്ട്. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അതെന്താന്ന് വെച്ചാൽ നാഗേന്ദ്രന് ഇഷ്ടം. നാഗേന്ദ്രനെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ഇത് തന്നിരിക്കുവാണ്. കാരണം എന്ത് ചെയ്യാനുള്ള അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാഗേന്ദ്രൻ അത് വേണ്ടുന്ന പോലെ ചെയ്തോളാനായിട്ട് പറഞ്ഞു. നാഗേന്ദ്രൻ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു മൂർത്തി മുത്തശ്ശന് നാഗേന്ദ്രനെ. പിന്നീട് ശങ്കരൻ ആദർശനോട് പറഞ്ഞു, ആ എക്സിബിഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് നാഗേന്ദ്രനെ ഭയങ്കര വിശ്വാസമായിരുന്നു മൂർത്തി സാറിന്. അത് മാത്രമല്ല, നാഗേന്ദ്രനെ അഭിനന്ദിക്കുകയും കുറെ പാരിതോഷികമൊക്കെ കൊടുക്കുകയും ചെയ്തു. എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരുന്നു. നാഗേന്ദ്രന് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അല്ല, അപ്പൊ പിന്നെ അയാള് ഇങ്ങനെ ഒരു ചതി കാണിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? അയാൾ എന്തിനാ പിന്നെ മൂർത്തി ജ്വല്ലറി ചതിച്ചെന്ന് ചോദിച്ചു. അയാളാ ചതിച്ചെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞു. അതല്ലേ അയാളുടെ സമയദോഷം എന്ന് ഞാൻ പറഞ്ഞേ. അപ്പൊ അയാള് നല്ലവനായിരുന്നാണോ പറയണേ ശങ്കരനങ്ങള്? അതെ, അയാള് നല്ലവനൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ. അല്ല, എന്താ അങ്കിളെ ശരിക്കും സംഭവിച്ചേ? അതെ, ആ നെക്ലേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് നടന്നേന്ന് പറഞ്ഞു. ആ നെക്ലേസ് മേടിച്ച് പൈസ പിന്നീട് 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ജ്വല്ലറിയിലേക്ക് വരുവാണ്. ഈ സമയത്ത് ജയനും അജയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ സംസാര വിഷയം നാഗേന്ദ്രനെ കുറിച്ചായിരുന്നു. നാഗേന്ദ്രൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ ഇത്ര വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും അതിൽ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പെങ്ങളുടെ ഭർത്താവാണല്ലോ നാഗേന്ദ്രന്. അപ്പോഴേക്കും പൈസ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, മൂർത്തി സാറില്ലേന്ന് ചോദിച്ചു. അച്ഛൻ വന്നോണ്ടിരിക്കുക. എന്താ പൈസയെന്ന് ചോദിച്ചു. അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് വന്നു. മുത്തശ്ശൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൈസ പറഞ്ഞു, ഞാൻ മൂർത്തി സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന. എന്താ പൈസ? എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടാണോന്ന് ചോദിച്ചു. പർച്ചേസ് ചെയ്യും, പക്ഷേ അത് ഇവിടുന്നല്ല, ഇനി വേറെ ജ്വല്ലറിന്നാ. എന്തൊക്കെയാ പൈസ പറയണെന്ന് ചോദിച്ചു. എന്നാലും മൂർത്തി സാറേ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു പറഞ്ഞു. ചതിയോ? അപ്പോഴേക്കും പൈസ
ആ ജ്വല്ലറി ബോക്സിനകത്തുനിന്ന് ആ നെക്ലേസും എടുക്കുവാണ്. ഇത് കണ്ടോ? ഒത്തിരി ആഗ്രഹിച്ച് എൻ്റെ ഭാര്യ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. കാരണം എക്സിബിഷൻ സമയത്ത് അവൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിലയൊന്നും നോക്കാതിരുന്നത്. കാരണം എൻ്റെ ഭാര്യ ആഗ്രഹിച്ച സാധനമല്ലേ, അതുകൊണ്ട് മാത്രം. പക്ഷെ ഓരോ ദിവസം ചെല്ലുന്തോറും ഇതിൻ്റെ നിറം മങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ അയാൾക്ക് സംശയമായി. ഞങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ അറിഞ്ഞേ ഇത് വെറും ഇമിറ്റേഷൻ ഗോൾഡ് ആണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് നിറം മങ്ങുന്നതെന്ന്. ഇമിറ്റേഷൻ ഗോൾഡ് ആണോ? പൈസ എന്തൊക്കെയാ പറയണേ? ആ സമയത്ത് നാഗേന്ദ്രനും കൂടെ അങ്ങോട്ട് വന്നു. നാഗേന്ദ്രനെ കണ്ടുകഴിഞ്ഞപ്പോൾ പൈസ പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞ വലിയ ജർമ്മൻ നിർമ്മിതിയാന്നൊക്കെ. എന്നിട്ട് ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെ അല്ലെ, സംശയം നോക്കാനും പറഞ്ഞങ്ങോട്ട് കൊടുത്തു. മൂർത്തി മുത്തശ്ശനൊക്കെ നോക്കി പറഞ്ഞ കാര്യം ശരിയാണ്. ആ സമയത്ത് മൂർത്തി മുത്തശ്ശനോട് പൈസ പറഞ്ഞു, മൂർത്തി സാർ എന്നെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. മൂർത്തി സാറിനെ ആരോ ചതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ നാഗേന്ദ്രനോട് ചോദിച്ചു, നാഗേന്ദ്ര നിന്റെ കയ്യിലല്ലേ ഞാൻ നോക്കാൻ ഏൽപ്പിച്ചേ, നീ ഇത് എത്ര ദിവസം കൈ വെച്ചെന്ന് ചോദിച്ചു. നാഗേന്ദ്രനാണ് വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുവാണ് മൂർത്തി മുത്തശ്ശനെ. അപ്പോഴേക്കും മുത്തശ്ശൻ പൈസനോട് പറഞ്ഞു, പൈസ എന്താ പുറത്താരോടും പറയരുത്. ഇപ്പൊ ഇതിന് ശേഷം ഞങ്ങളുടെ ജ്വല്ലറി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിന് മുതലും പലിശയും ചേർത്ത് ആ തുകയുടെ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പൈസ പറഞ്ഞു, എനിക്ക് തുകയൊന്നും ഒരു പ്രശ്നമല്ല, സാറിന് അറിയാലോ. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഈ കാര്യത്തെക്കുറിച്ച് ആരോടും പറയരുതെന്ന് പറഞ്ഞു. അത് കേട്ടത് പൈസ പറഞ്ഞു, എനിക്കൊരു വിശ്വാസമുണ്ട് മൂർത്തി സാറിൽ, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനും ഭയങ്കര ടെൻഷനായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂർത്തി മുത്തശ്ശൻ്റെ ക്യാബിനിലേക്ക് നാഗേന്ദ്രൻ വന്നു. നാഗേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, നാഗേന്ദ്ര നിന്റെ കയ്യിലാണ് ഞാനത് നോക്കാൻ ഏൽപ്പിച്ചത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? നിനക്കാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം. അങ്കിള് എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, CCTV കാര്യങ്ങളൊക്കെ എല്ലാ അത്തരത്തിലായി വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ CCTV ദൃശ്യങ്ങളുണ്ട്, അത് നോക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, ഇനി ഇവിടെ ജ്വല്ലറി വന്നതിന് ശേഷമാണോ അതിനെന്തെങ്കിലും സംഭവിച്ചത്? എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും. അതെ, നീ അറിയണം, നിന്നെയാണ് ഞാനത് ഏൽപ്പിച്ചെന്നുള്ള കാര്യം നിനക്കറിയാലോ. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, അതിന് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ടും കണ്ടെത്തി തരാമെന്ന് പറഞ്ഞു. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, നിന്നിലുള്ള എൻ്റെ വിശ്വാസം അത് നീയായിട്ട് നഷ്ടപ്പെടുത്തില്ല. അറിയാലോ നിനക്ക് എൻ്റെ സ്വഭാവം, ചതി, അത് മാത്രം എനിക്ക് സഹിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. ആകെപ്പാടെ വല്ലാതെ പോയി നാഗേന്ദ്രൻ. അങ്ങനെ ഒടുവിൽ നാഗേന്ദ്രന് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ജലജ അവിടെ ഉണ്ടായിരുന്നു. ജലജയോട് ചോദിച്ചു, സത്യം പറ, നീ ഇടയ്ക്കിടയ്ക്ക് ആ നെക്ലസിനെ കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ അത് എടുക്കോ മറ്റോ ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. ഞാനോ? ഞാൻ മോഷ്ടിക്കാനോ? അങ്ങനെ മോഷ്ടിക്കുന്ന സ്വഭാവം നീ ജലജയ്ക്കില്ലാന്ന് നാഗേട്ടന് അറിയാവുന്നതല്ലേ? അല്ല, ഇപ്പൊ എന്താ അതിന് സംഭവിച്ചതെന്ന് ചോദിച്ചു. അത് വാങ്ങിച്ചുകൊണ്ട് പോയ അയാൾ ആ പൈസ വന്നിട്ടുണ്ടായിരുന്നു. അയാളെ US വലിയ ബിസിനസ്സുകാരനാന്നൊക്കെയാണ് അങ്കിള് പറഞ്ഞത്. അയാൾക്ക് പൈസയ്ക്ക് അത്ര ഇത് പഞ്ഞുള്ളൊന്നും ആളൊന്നും അല്ല, അതുകൊണ്ടാണ് അയാളത് വാങ്ങിച്ചുകൊണ്ട് പോയത്. പക്ഷെ അയാളത് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. അത് ഓരോ ദിവസം ചെല്ലുന്തോറും അതിനെ മാറ്റു കുറഞ്ഞുകൊണ്ട് വന്നു. പിന്നെയാണ് അതറിഞ്ഞ് ഇത് ഇമിറ്റേഷൻ ഗോൾഡ് ആണെന്നുള്ള കാര്യം. അത് ചിലപ്പം അച്ഛന് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇമിറ്റേഷൻ ഗോൾഡ് ആയിരിക്കും, അച്ഛനത് നോക്കാതെ വാങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും അതിന്റെ മാറ്റം ഓരോ ദിവസം കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നേ. അത് കേട്ടുകഴിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, അത് ഒറിജിനൽ സ്വർണ്ണമാന്ന് ശങ്കരേട്ടനാണ് അത് പരിശോധിച്ച് നോക്കിയിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞേ. അതുകൊണ്ട് അത് ഒറിജിനൽ സ്വർണം തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് എന്തെങ്കിലും സംഭവിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. അതിനെക്കുറിച്ച് അറിയാവുന്ന എനിക്ക് നിനക്ക് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ, ആ നെക്ലേസിനെ കുറിച്ച്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത്. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എനിക്കെങ്ങനെ അറിയാൻ പറ്റും? അല്ല, നീയല്ലേ പറഞ്ഞേ 1-2 ഫംഗ്ഷൻ നിനക്കത് ഇട്ടുകൊണ്ട് പോകാൻ വേണമെന്നൊക്കെ. ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നാഗേട്ടൻ അത് തരില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. അല്ല, നീ ഇതിന്റെ പേരിൽ എന്നെ ശല്യപ്പെടുത്തുകയും ചെയ്തല്ലേ. ഇത് നാഗേട്ട വെറുതെ എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. നാഗേന്ദ്രൻ ആകെപ്പാടെ കൺഫ്യൂഷനായി. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ നാഗേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. അപ്പൊ നാഗേന്ദ്രൻ നിരപരാധിയാണ്, ഇതിനകത്ത് വില്ലത്തി ജലജയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.